എക്സൈറ്റഡ് ആണോ? അതെ, എത്ര എണ്ണം ടി വി കണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയുള്ള ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു ഇത്. അതുമാത്രമല്ല, എൻ്റെ പപ്പ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയത് ഇപ്പോഴാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുപാട് ട്രിപ്പ് പോകുന്ന ആൾക്കാരേ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഒരു ട്രിപ്പ് എല്ലാവരും കൂടെ പോയിട്ടുള്ളത് +1 പഠിക്കുമ്പോൾ ഹൈദരാബാദ് പോയതാണ്. അതായിരുന്നു ഞങ്ങൾ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതേ പോകുന്നത് ഇവിടേക്കാണ്, മലേഷ്യയിലേക്കായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ ക്വാലാലംപൂർ അടുത്തുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗുഹയിലേക്കാണ് ഞങ്ങൾ പോയത്, ബാട്ടു കേവ്സ്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 15 റിംഗറ്റ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളായിരുന്നു. രാമായണത്തിലെ പല രംഗങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവ ഓരോന്ന് കാണാനും ഇതൊക്കെ വായിക്കാനും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഗുഹ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇവിടെയുള്ള ട്രൈബ്സിൻ്റെ ഒരു മെയിൻ താമസ സ്ഥലവും അതുപോലെ തന്നെ അവരുടെ ജീവിത മാർഗവുമായിട്ടായിരുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് 1800കളിൽ ട്രേഡിങ്ങിനായിട്ട് വന്ന ഇന്ത്യക്കാരനായിരുന്ന കെ തമ്പുസ്വാമി പിള്ള ആണ് ഈ ഗുഹയുടെ ഷേപ്പ് മുരുകൻ്റെ കയ്യിലെ വേല് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗുഹ അമ്പലമായിട്ട് മാറ്റിയത്. അതിനുശേഷം എല്ലാ വർഷവും തൈപ്പൂസം എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവം ഇവിടെ എപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. ഈ ഒരു ആഘോഷത്തിന് വേണ്ടി പല സ്ഥലത്തു നിന്നും പല ഭക്തരും ആൾക്കാരും ടൂറിസ്റ്റുകളും ഇവിടെ വന്ന് കാണാറുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുകൻ്റെ പ്രതിമ ഉള്ളതും ഈ അമ്പലത്തിലാണ്. ഈ അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ 272 പടികൾ കയറണം. അവിടെയാണ് നമുക്ക് ദർശനം നടത്താൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും പുറവുമായിട്ട് ഒരുപാട് തമിഴ് കടകളുണ്ട്. അവിടെ നല്ല അടിപൊളി ദോശയൊക്കെ കിട്ടും.